നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ശുക്രൻ്റെ രാശിചാരവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ശുക്രൻ ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് 30 മുതൽ 45 ചിലപ്പോൾ 60 ദിവസം വരെ സഞ്ചരിക്കാൻ സമയമെടുക്കും. ഏതാനും ദിവസങ്ങൾ മാത്രമേ ശുക്രൻ കർക്കിടകത്തിൽ നിന്നിട്ടുള്ളൂ. ഇപ്പോഴിതാ ശുക്രൻ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. കേവലം 24 ദിവസം മാത്രമാണ് അദ്ദേഹം ചിങ്ങൻ രാശിയിൽ നിൽക്കുന്നത്. അത് കഴിഞ്ഞാൽ 2025 അടുത്ത മാസം ഒക്ടോബർ 8-ാം തീയതി, അതായത് 1201 കന്നിമാസം 22-ാം തീയതി ശുക്രൻ കന്നിയിലേക്ക് പ്രവേശിക്കും. അത് ഗുണമാണോ? കന്നി ശുക്രൻ്റെ നീചരാശിയാണ്. ശുക്രൻ്റെ ഉച്ചരാശിയാണ് മീനം. അതിൻ്റെ 7-ാം ഭാവം, ഓപ്പോസിറ്റ് ഭാവമാകുന്നു കന്നിരാശി. കന്നിരാശിയിൽ ശുക്രൻ നീചസ്ഥനാണ്. എല്ലാ ഗ്രഹങ്ങൾക്കും ഉച്ചസ്ഥിതിയും നീചസ്ഥിതിയുമുണ്ട്. ആത്മപ്രഭാവകാരകനായ സൂര്യൻ്റെ ഉച്ചസ്ഥിതി മേടത്തിലാണ്. മേടം 10 അത്യുച്ചം. പക്ഷേ അതിൻ്റെ അങ്ങേറ്റം നീചസ്ഥിതി, അതിൻ്റെ ഓപ്പോസിറ്റായ എതിർഭാഗത്തുള്ള തുലാം രാശി തുലാം 10 അതിനീചമാണ്. വ്യാഴത്തിന് നീചസ്ഥിതിയുണ്ട്. നമ്മൾ പലപ്പോഴും പറയും ശുക്രനെ കൊണ്ട് അവനെന്താ ശുക്രദശയല്ലേ എന്നൊക്കെ പറയും. പക്ഷേ ഇതേ ശുക്രൻ തന്നെ അങ്ങേയറ്റം ക്ലേശങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാക്കും ആ ഗ്രഹം ദുർബലമാകുമ്പോൾ എന്നെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുക. ഇവിടെ ശുക്രൻ 2025 സെപ്റ്റംബർ 15-ാം തീയതി, അതായത് 1201 ചിങ്ങമാസം 29-ാം തീയതി പുലർച്ചയോടുകൂടെ ചിങ്ങത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇവിടെ നാം ചിന്തിക്കണം, എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്, മേടൻ രാശി മുതൽ മീനം വരെയുള്ള പ്രേക്ഷകർക്ക് ഈ ശുക്രൻ്റെ ചാരവശാലുള്ള മാറ്റം എപ്രകാരമാണ് ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയം. നവഗ്രഹത്തിൽ ശുക്രൻ അസുരാചാര്യനാണ്, വ്യാഴൻ ദേവാചാര്യൻ. നവഗ്രഹത്തിൽ ശുക്രൻ്റെ ധ്യാന ശ്ലോകം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാം. ഹിമകുന്ദ മൃണാളാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. എല്ലാ ശാസ്ത്രങ്ങളിലും നിപുണനാണ് ശുക്രൻ. പാട്ടും സംഗീതവും മദ്യവും സുഹൃത്തുക്കളും സ്ത്രീകളും പ്രണയങ്ങളും പ്രണയഭംഗങ്ങളും ഒക്കെ തന്നെ ശുക്രൻ്റെ ധർമ്മമാകുന്നു. വ്യാഴം ആത്മീയ സുഖത്തിൻ്റെ ഗ്രഹമാണ്. ശുക്രൻ മെറ്റീരിയലിസ്റ്റാണ്, ഭൗതിക സുഖത്തിൻ്റെ ഗ്രഹമാണ്, അസുരാചാര്യനാണ്. അസാധ്യമായ പാണ്ഡിത്യവും വിവരവുമുണ്ട് അസുരാചാര്യന്. സംഗീതം, പാട്ട്, കൂത്ത്, കലകൾ, സംഗീത ഉപകരണങ്ങൾ തൗര്യത്രികമെന്നാണ് പറയുക. അതിൻ്റെ ആചാര്യനാണ് ശുക്രൻ. അതിനാൽ ഈ ശുക്രൻ ശത്രുക്ഷേത്രമായ കർക്കിടകത്തിലായിരുന്നു. ഇപ്പോഴും അദ്ദേഹം പോകുന്നത് ശത്രുക്ഷേത്രമായ ചിങ്ങത്തിലാണ്. എങ്കിലും കർക്കിടകത്തിലെ ശുക്രൻ പലപ്പോഴും മോഹങ്ങളും മോഹഭംഗങ്ങളും വൈവാഹിക വിഷയത്തിലെ തടസ്സങ്ങളും ഒക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ദ്വിഭാര്യോർത്തി ഭീരു പ്രബലമത ശോകശ്ച ശശിബേ. 2 ഭാര്യമാരെ ലഭിക്കുക, പലപ്പോഴും ഡൈവേഴ്സ് ആവുക, സെക്കൻഡ് മാരേജ്, അല്ലെങ്കിൽ തന്നെ മനോഹരിയായ സുശീലയായ ഭാര്യ ഉണ്ടെങ്കിലും മറ്റു ചില പ്രണയങ്ങളൊക്കെ വരിക, ഭാര്യയെപ്പോലൊരു സ്ത്രീയെ കണക്കാക്കുക. ദ്വിഭാര്യ അർത്ഥി അർത്ഥയതേ ഇത് അർത്ഥി, ആഗ്രഹിക്കുക. പ്രബലമായ മതവും ശോകവും കാമവും ഉണ്ടാവുക, ദുഃഖവും ഉണ്ടാവുക. ഇതാണ് കർക്കിടകത്തിലെ ശുക്രന് ഫലം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ചിങ്ങത്തിൽ വരുമ്പോൾ ശുക്രൻ വളരെയധികം എന്താകുന്നു? അങ്ങേയറ്റം മെറ്റീരിയലിസ്റ്റാണ്. ഹരോ യോഷാർത്ഥാപ്തിഹി. ശുക്രൻ ചിങ്ങൻ രാശിയിലേക്ക് വരുമ്പോൾ യോഷാർത്ഥ ആർത്ഥിഹി, സ്ത്രീധനം കിട്ടും, സ്ത്രീയിലൂടെ ധനം കിട്ടും. അത് സ്ത്രീക്കാണെങ്കിൽ പുരുഷധനം, പുരുഷനാണെങ്കിൽ സ്ത്രീധനം. ഇവിടെ പ്രത്യേകിച്ച് പുരുഷനാണ് പ്രാധാന്യം. സ്ത്രീയെ സംബന്ധിച്ചോളം ശുക്രൻ അത്രയധികം പ്രാധാന്യമില്ല. പക്ഷേ പുരുഷനെ സംബന്ധിച്ചോളം കളത്രമാണ്. 7-ാം ഭാവമാകുന്നു ശുക്രൻ. പ്രവര യുവതിക്ക്, തനിക്ക് ധാരാളം യുവതികൾ വരും. താനുമായി ബന്ധപ്പെട്ട ധാരാളം സ്ത്രീകളുടെ സാമീപ്യം, സംസർഗം തനിക്ക് ലഭിക്കും. പലപ്പോഴും മന്ദതയുള്ള സന്താനങ്ങളെ ലഭിക്കും. ആ യോഗം ശരിക്ക് വരണമെങ്കിൽ ജാതകത്തിൽ ശുക്രൻ അങ്ങേറ്റം ദുർബലനായി 6, 8, 12 ഭാവങ്ങളിൽ വരണം. അങ്ങനത്തെ ഒരു അവസരത്തിൽ ഇപ്പോൾ പ്രസവിക്കുന്ന സ്ത്രീക്ക്, ആ സന്താനത്തിന് എന്തുണ്ടാകില്ല? മന്ദത ഉണ്ടാകാം. അത് ശാരീരികമായ വിഷയത്തിലാകാം, മാനസികമായ വിഷയത്തിലാകാം, ഓട്ടിസം തുടങ്ങിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അനുഭവിക്കുന്ന വിഷയത്തിലൊക്കെയാകാം. ജ്യോതിഷം അതിസൂക്ഷ്മമായ സാഗരമാണ്. നാം അതിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. ഉദാഹരണമായി കുംഭൻ ലഗ്നമായി അഷ്ടമത്തിൽ
വളരെ ദുർബലമായി നീചത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ, അപ്രകാരം മേടം ലഗ്നമായി 6-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ ഇവിടെയൊക്കെ തന്നെ ശുക്രൻ വൈകല്യങ്ങൾ ഉണ്ടാക്കും. ആ സമയത്ത് ജനിക്കുന്ന കുട്ടിയൊക്കെ തന്നെ ഇപ്രകാരമുള്ള രോഗാദി അരിഷ്ടതകളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും, അനുഭവിക്കപ്പെടുമെന്നാണ് നാം ഇവിടെ സൂചിപ്പിക്കുന്നത്. ശുക്രൻ ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്നു. പക്ഷേ ആ ശുക്രൻ തന്നെ ഇവിടെ ഒരു ത്രിഗ്രഹ യോഗത്തിൻ്റെ കർത്താവാണ്. ഞാനിപ്പോൾ ജ്യോതിഷ യോഗങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി ചർച്ച ചെയ്യുന്നുണ്ട്. ആ സ്പെഷ്യൽ വീഡിയോ തന്നെ ഞാൻ ഡെയിലി നിങ്ങളുമായി ഇൻറ്ററാക്ട് ചെയ്യുന്നുണ്ട്. ആ ത്രിഗ്രഹ യോഗത്തിൽ സൂര്യനും ബുധനും ശുക്രനും തമ്മിലുള്ള യോഗത്തെപ്പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട്. അതൊരു നല്ല യോഗമാണോ? അതല്ല. അതിതപ്തോ വാചാടോ ഭ്രമണരുചിഹി പ്രോഷിതോ ഗുരുഭിഹി സ്ത്രീഹേതോഹോ സന്തപ്തഃ എന്നാണ് ത്രിഗ്രഹയോഗം പറഞ്ഞിരിക്കുന്നത്. അതിതപ്തഃ വളരെയധികം താപങ്ങൾ ദുഃഖങ്ങൾ വരും. ശുക്രൻ ഇമോഷണലാണ്, വളരെ സെൻസിറ്റീവായ പ്ലാനറ്റ് ആകുന്നു. വാചാടഹ വളരെയധികം സംസാരിക്കും, കറങ്ങുവാനുള്ള താല്പര്യം വളരെയധികം വരും. പ്രോഷിതോ ഗുരുഭിഹി തൻ്റെ ഗുരുജനങ്ങളുമായി വിയോഗങ്ങൾ ഉണ്ടാകാം. അത് അച്ഛനാകാം, അമ്മയാകാം, അല്ലെങ്കിൽ തൻ്റെ ഗുരുനാഥന്മാരാകാം. ഇവരുമായി വിയോഗങ്ങൾ ഉണ്ടാവുക. സ്ത്രീഹേതോഹോ സന്തപ്തഃ സ്ത്രീ കാരണം താൻ ദുഃഖിക്കേണ്ടി വരും അങ്ങേയറ്റം. സമ്യക് തപ്യത ഇത് സന്തപ്ത അങ്ങേയറ്റം സ്ത്രീകൾ കാരണം ബുദ്ധിമുട്ടുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. അതിനാൽ വളരെയധികം സ്ത്രീപീഡനം, ഇങ്ങനെയുള്ള കേസുകൾ, അല്ലെ പുരുഷപീഡനം, ഇതൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് 24 ദിവസം. വളരെ ജാഗ്രത പാലിക്കണം എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് സംസാരിക്കാനുള്ളത്. ഏതായാലും മേടൻ രാശി മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ഈ ശുക്രൻ്റെ ചാരവശാലുള്ള ശുഭാശുഭ ഫലങ്ങൾ നമുക്ക് വിലയിരുത്താം. ശ്രദ്ധിക്കുക. മൂലം പുരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ ധനുരാശിക്കാർക്ക് ഇത്രയും നാൾ വളരെ ദുർബലമായ 8-ാം ഭാവത്തിലായിരുന്നു ശുക്രൻ. വളരെയധികം ക്ലേശങ്ങൾ, പ്രയാസങ്ങൾ, മാനസിക അസ്വസ്ഥതകൾ ഇതൊക്കെ അനുഭവിക്കേണ്ട സമയമാണ്. ആകെ ഇറിറ്റേഷനാകാം, തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പിരിഞ്ഞു പോകും, ഭാര്യാസുഖം കുറയുക, അതിനുമപ്പുറം തൻ്റെ കാമുകിമാരുമായി ബന്ധപ്പെടുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ, അന്തഛിദ്രങ്ങൾ സൗഹൃദത്തിൽ സംഭവിച്ച് മാനസിക ക്ലേശങ്ങൾ ഉണ്ടാകാം. കഴിഞ്ഞ 30 ദിവസം എത്ര വ്യക്തികൾക്ക് സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും കേരളത്തിൽ? വീട്ടിൽ നിന്ന് സ്വർണം പോകും, അല്ലെങ്കിൽ തന്നെ പ്രിയപ്പെട്ടവർക്ക് കാമുകനോ കാമുകക്കോ സ്വർണം സഹായിച്ച അവസാനം അത് ചോദിച്ചാൽ അവർ ശത്രുവാകും, തരാൻ മനസ്സില്ല എന്ന് പറയും. പ്രത്യേകിച്ച് പുരുഷന്മാർ സ്ത്രീകളോട്. സ്ത്രീകൾ പിന്നെ ഭീഷണിയായിരിക്കും. പോക്സോ കേസ് അല്ലെങ്കിൽ പീഡന കേസിൽ സ്ത്രീകൾ ഭീഷണിപ്പെടുത്തും പുരുഷന്മാർ. ആകെ ഭയന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്നും മാറി ശുക്രൻ 9-ാം ഭാവത്തിലേക്ക് വന്നിരിക്കുന്നു. ഇവിടെ പ്രത്യേകം നിങ്ങൾ ഉപദേശിക്കാനുള്ളത് വിദ്യാരംഭ സമയമൊക്കെ വരികയാണ്. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ സംഗീതോപകരണങ്ങൾ, നൃത്തം ഇതൊക്കെ അഭ്യസിക്കാൻ ഏറ്റവും നല്ല സമയമാണ്. നന്നായി ഡാൻസ് ചെയ്യുക, നൃത്തം, സംഗീതോപകരണങ്ങൾ, പാട്ട്, വായ്പാട്ട് ഒക്കെ തന്നെ അഭ്യസിക്കാൻ ഈ 24 ദിവസം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ദിനം കണ്ടെത്തണം. വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും. പുതിയ സൗഹൃദങ്ങൾ വരാം. ഭാര്യയ്ക്ക് ശാരീരികമായി ചില ക്ലേശങ്ങൾ വരാം. 9-ാം ഭാവത്തിൽ സൂര്യനും ശുക്രനും ഒന്നിച്ച് നിൽക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. കാരണം 2 ദിവസം കഴിഞ്ഞാൽ ബുധൻ കന്നിയിലേക്ക് വരും. അപ്പോൾ സൂര്യനും ശുക്രനും കേതുവുമാകും. ഭാര്യാസാത് വികല അസ്തധർമ്മ സുതകവും ഭാസ്വൽ ഭൃഗുജേ സഹ. സൂര്യനും ശുക്രനും കൂടെ 5, 7, 9 ഭാവത്തിൽ വന്നാൽ വികല, ഭാര്യയ്ക്ക് വൈകല്യം വരും. അതിനാൽ ധനുരാശിക്കാർ ശ്രദ്ധിക്കണം. വാഹനത്തിൽ ഭാര്യയും കൂടി സഞ്ചരിക്കുമ്പോൾ, 2 വീലർ സഞ്ചരിക്കുമ്പോൾ വീഴ്ച, അപകടങ്ങളൊക്കെ ഉണ്ടാകാതെ നോക്കണം, ശ്രദ്ധിക്കണം നിർബന്ധമായും 24 ദിവസം. മറ്റെല്ലാ വിഷയത്തിലേക്കും വളരെ നല്ലതാണ്. സാമ്പത്തികമായി വളരെയധികം ബെനിഫിറ്റ് ഉണ്ടാക്കും 9-ലെ ശുക്രൻ. ഭൃഗോ ത്രിത്രികോണേ കുരേ ഏന പൗരാഹ കുസീതേന ഏ വൃദ്ധിരസ്മൈ ദധീരൻ. തനിക്ക് പലിശ കൊണ്ട് ധാരാളം കാശുണ്ടാക്കും. അതിനാൽ ധനകാര്യ സ്ഥാപനങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക്, ബാങ്കിങ് ഷെയർ എടുക്കുന്നവർക്ക്, ഫിനാൻഷ്യലുമായി ബന്ധപ്പെട്ട കൺസൾട്ടൻസി നടത്തുന്നവർക്ക് ഈ 24 ദിവസം വളരെ നല്ലതാണ്. ഗൃഹം ജായതേ തസ്യ ധർമ്മധ്വജിത്വാത് സഹോത്ഥാദി സൗഖ്യം ശരീരേ സാഹസം ജ. പല സാഹസ പ്രവൃത്തികൾക്കും താൻ ഇടപെടും. തനിക്ക് സഹോദര സുഖം ധാരാളം ലഭിക്കും. സഹോദരങ്ങളുമായി ബന്ധപ്പെടുന്ന ആ ബന്ധം നന്നായിട്ട് വരും. സ്വതേ ധനുരാശിക്കാർ മസിൽ പിടിക്കുന്നവരാണ്, ബന്ധിത്തിട്ടാണ്, ബന്ധുക്കളോട് ദ്വേഷിക്കും. അതിൻ്റെ പ്രയാസങ്ങൾ ഞാൻ കുറച്ച് ദിവസമായി പറഞ്ഞു. പക്ഷേ ഇപ്പോൾ മാനസികമായി
വളരെയധികം തയ്യാറെടുത്ത് സൗഹൃദങ്ങൾക്ക് വില കൽപ്പിച്ച് മുന്നോട്ട് നീങ്ങാം. സാഹോദര്യ ബന്ധങ്ങളൊക്കെ നന്നാകേണ്ടുന്ന സമയമാണ്. എല്ലാ ധനുരാശിക്കാർക്കും ശോഭനമായ 24 ദിവസത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.